നമസ്കാരം, ET വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ഓഹരി വിപണി വലിയ തകർച്ചയോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. തുടർച്ചയായ മൂന്നാം ദിവസമാണ് വിപണി നഷ്ടം നേരിടുന്നത്. പ്രധാനമായും IT ഓഹരികളിലുണ്ടായ വൻതോതിലുള്ള വിൽപ്പനയാണ് സൂചികകളെ താഴേക്ക് വലിച്ചത്. സെൻസെക്സ് 983 പോയിന്റ് ഇടിഞ്ഞ് 76,681 എന്ന നിലയിലെത്തി. നിഫ്റ്റി 275 പോയിന്റ് താഴ്ന്ന് 23,900 എന്ന നിർണായക നിലവാരത്തിന് താഴെ 23,898 വ്യാപാരം അവസാനിപ്പിച്ചു. ഇതോടെ വിപണി കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം കൈവിട്ടു. സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 2% ഇടിവോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. IT ഓഹരികളുണ്ടായ ഇടിവാണ് വിപണിയെ തളർത്തിയത്. നിഫ്റ്റി IT സൂചിക മാത്രം ഏകദേശം 10% താഴേക്ക് പോയത്. 2020 മാർച്ചിലെ ലോക്ക്ഡൌൺ സമയത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിവാര തകർച്ചയാണിത്. അതിനാൽ തന്നെ വരും സെഷനുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം വീണ്ടും വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ അടുത്ത ആഴ്ച പരിഗണിക്കാൻ പറ്റുന്ന 2 ഓഹരികൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ഓഹരി നാൽക്കോ ആണ്. നോൺ ഫെറസ് മെറ്റൽസ് മേഖലയിലെ കരുത്തരായ നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡിന്റെ പ്രകടനത്തെക്കുറിച്ച് ഇപ്പോൾ വിപണിയിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ മാസം ആദ്യം കമ്പനിയുടെ മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ അഥവാ ഇവാലുവേഷൻ മെട്രിക്സിൽ ചില മാറ്റങ്ങൾ വന്നിരുന്നു. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം 21% വളർച്ചയാണ് ഓഹരി കൈവരിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 80%-ലധികം ലാഭവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിലയിൽ നേരിയൊരു കുറവുണ്ടായെങ്കിലും നിക്ഷേപകർക്ക് ഈ ഓഹരിയിലുള്ള വലിയ താല്പര്യവും വിശ്വാസവുമാണ് കണക്കുകൾ പൊതുവെ സൂചിപ്പിക്കുന്നത്. കടബാധ്യതകളില്ലാത്ത അവസ്ഥയും സ്ഥിരതയാർന്ന ലാഭക്ഷമതയുമാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. പ്രവർത്തന ലാഭത്തിൽ വർഷം തോറും ഏകദേശം 75% എന്ന മികച്ച വളർച്ചാ നിരക്ക് നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഇത് അവരുടെ പ്രവർത്തനക്ഷമത എത്രത്തോളം കൃത്യമാണെന്ന് തെളിയിക്കുന്നു. കമ്പനിയുടെ സാമ്പത്തിക അടിത്തറയെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങളിലൊന്ന് ROC ആണ്. ശരാശരി 33% എന്ന നിലയിലാണ് ഇത് നിലനിൽക്കുന്നത്. കൈവശമുള്ള മൂലധനം എത്രത്തോളം ഫലപ്രദമായി വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. സാമ്പത്തികമായി വളരെ ഭദ്രമായ ഒരു നിലവാരത്തിലാണ് കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 9 ക്വാർട്ടറുകളായി കമ്പനി മികച്ച ലാഭത്തിലാണ്. 9 മാസത്തെ കണക്കെടുത്താൽ 4,074 കോടി രൂപയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 27% വളർച്ച കാണിക്കുന്നു. അരവർഷത്തെ ROC 41% എന്ന ഉയർന്ന നിലയിലെത്തി. കൂടാതെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 8.92 ആണ്. കമ്പനി അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ മിഡ് ക്യാപ് സെക്ടറിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ നാൽക്കോയ്ക്ക് സാധിക്കുന്നുണ്ട്. വിപണിയിലെ ഓഹരിയുടെ പ്രകടനത്തിന്റെ വിശദാംശങ്ങൾ ശിവദേവ് ഇനി വ്യക്തമാക്കും. നമസ്കാരം. നമ്മളിവിടെ നാഷണൽ അലൂമിനിയം കമ്പനി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ മുകളിലേക്ക് പോയ ഒരു സ്റ്റോക്കാണിത്. അതിനിടയിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഒന്നും വലിയൊരു ഇടിവിലേക്ക് ഈ ഒരു സ്റ്റോക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു പോസിറ്റീവ് സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഈ ദിവസം ഒരു ബ്രേക്ക് ചെയ്തു. ആ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് ഏപ്രിൽ 20-ന്, പക്ഷേ പിന്നീട് ഒരു ഇടിവിലേക്ക് പോയില്ല. പക്ഷേ വീണ്ടും ഉണ്ടായ ഗ്രീൻ ക്യാൻഡിൽസ് അതേ സെയിം ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതാണ് നിലവിൽ നമ്മൾ കാണുന്നത്. ലാസ്റ്റ് ഫ്രൈഡേ ഓൾമോസ്റ്റ് ഒരു ഡോജി ഒരു ഹാമർ ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷൻ നമുക്ക് ആ ഒരു ക്യാൻഡിൽ വിസിബിളാണ്. അതൊരു ഓൾമോസ്റ്റ് ഒരു ഡിമാൻഡിൻ്റെ സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാം. ഈ ഒരു സ്റ്റോക്കിൽ 421 രൂപ 422 രൂപ റേഞ്ചിലാണ് സപ്പോർട്ടുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ട് മുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 443 രൂപ റേഞ്ചിൽ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു ഡ്രോയിങ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ EMA ആണ് അപ്ലൈ ചെയ്യുന്നത്. EMA 20, 50, 100, 200 പ്രധാനപ്പെട്ട 4 മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. മൂവിങ് ആവറേജ് തമ്മിൽ വളരെ വലിയ വിഡ്ത്താണുള്ളത്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിൻ്റെ സൂചനയാണ്. ഇവിടെ ഈ ഒരു താഴേക്ക് വന്ന സമയത്ത് മാർച്ച് 18 മുതൽ സ്റ്റോക്കിലൊരു താഴ്ച ഉണ്ടായ സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു സോൺ EMA 20, 50 സ്റ്റോക്കിൽ സപ്പോർട്ട് കൊടുത്തതായിട്ട് നമുക്കിവിടെ വിസിബിളാണ്. EMA ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പിവറ്റ് ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്യാം. പൊതുവേ ലൈവ് മാർക്കറ്റിലാണ് കൂടുതലായിട്ട് പിവറ്റ് ലെവൽസ് നമ്മൾ അപ്ലൈ ചെയ്യാറ്. എങ്കിലും നമ്മളിവിടെ ലെവൽസ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പിവറ്റ് ലെവൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു പിവറ്റിൽ ആണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്ന. ആ ഒരു
പി ലെവൽസ് തമ്മിലുള്ള ഒരു ഗ്യാപ്പിലാണ് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് വിസിബിളാണ്. അടുത്തത് ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വായ്പാ വിതരണത്തിലെ കൃത്യതയും വിശ്വാസ്യതയും എടുത്തു പറയേണ്ട ഒന്നാണ്. ബാങ്കിന്റെ മൊത്തം നിഷ്ക്രിയ ആസ്തി വെറും 1.72%. ബാങ്ക് നൽകുന്ന വായ്പകൾ കൃത്യമായി തിരിച്ചു വരുന്നുണ്ടെന്നും റിസ്ക് മാനേജ്മെന്റ് വളരെ ശക്തമാണ് എന്നതും ഈ കുറഞ്ഞ ശതമാനം സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബാങ്കിന്റെ അറ്റാദായം ഏകദേശം 22% CAGR നിരക്കിൽ വളരുന്നുണ്ട്. ഇത് ബാങ്കിന്റെ മികച്ച പ്രവർത്തന മികവിന്റെ അടയാളം തന്നെയാണ്. എന്നാൽ 2025 ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ സാമ്പത്തിക ഫലങ്ങൾ അല്പം മന്ദഗതിയിലായിരുന്നു. മറ്റു വരുമാനങ്ങൾ ഒഴികെയുള്ള ലാഭത്തിൽ 17.8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ വായ്പാ വിതരണത്തിലെ കൃത്യതയും വിശ്വാസ്യതയും എടുത്തു പറയേണ്ട ഒന്നാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം, ബാങ്കിന്റെ നികുതിക്ക് മുൻപുള്ള ലാഭത്തിന്റെ 78% ലഭിച്ചിരിക്കുന്നത് പ്രധാന ബിസിനസ് പുറത്തുള്ള സ്രോതസ്സിൽ നിന്നുമാണ്, അതായത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ നിന്നാണ്. ഫെഡറൽ ബാങ്കിന്റെ അടിസ്ഥാനം വളരെ ഭദ്രമാണ്. എങ്കിലും ബാങ്കിന്റെ പ്രധാന ബിസിനസ് വരുമാനത്തെക്കാൾ ഉപരിയായി മറ്റ് വരുമാന മാർഗങ്ങളെ ആശ്രയിക്കുന്നത് വരും കാലങ്ങളിൽ നിക്ഷേപകർ ഗൗരവമായി നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാങ്കിന്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നിലവിൽ 2.1 ആണ്. സമാനമായി മറ്റ് ബാങ്കുകളുടെ മുൻകാല ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അല്പം കൂടുതലാണ്. ബാങ്കിന്റെ ഭാവി വളർച്ചയിൽ നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് ഈ ഉയർന്ന വില സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിക്ഷേപകർക്ക് 50% എന്ന മികച്ച റിട്ടേൺ നൽകാൻ ഓഹരിക്കായിട്ടുണ്ട്. ഓഹരി വില 50%-ലധികം ഉയർന്നപ്പോഴും ബാങ്കിന്റെ അറ്റാദായത്തിൽ കാര്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്കിന്റെ യഥാർത്ഥ ലാഭത്തെക്കാൾ വേഗത്തിൽ ഓഹരി വില വർദ്ധിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ലാഭം അല്പം കുറഞ്ഞിട്ടും ഓഹരി വില ഇത്രയധികം കൂടുന്നത് ഭാവിയിൽ ബാങ്ക് വലിയ മുന്നേറ്റം നടത്തുമെന്ന വിപണിയുടെ അമിത പ്രതീക്ഷ മൂലമാണ്. ബാങ്കിന്റെ ആസ്തിയിൽ നിന്നുള്ള വരുമാനം 1.1%. ബാങ്കിംഗ് മേഖലയിൽ ഇത് മാന്യമായ ഒരു കണക്കാണെങ്കിലും ഓഹരിയുടെ ഇപ്പോഴത്തെ ഉയർന്ന വിലയെ അഥവാ പ്രീമിയം വാല്യുവേഷനെ ന്യായീകരിക്കാൻ ഈ ഒരു ഘടകം മാത്രം മതിയാകില്ല. ഫെഡറൽ ബാങ്കിന്റെ വലിയൊരു ശതമാനം ഓഹരികളും കൈവശം വെച്ചിരിക്കുന്നത് സ്ഥാപന നിക്ഷേപകരാണ്. കഴിഞ്ഞ പാദത്തേക്കാൾ 0.78% വർധനവ് ഇവരുടെ നിക്ഷേപത്തിൽ ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം മാത്രം പണം നിക്ഷേപിക്കുന്ന ഇത്തരം വലിയ ഗ്രൂപ്പുകൾക്ക് ബാങ്കിന്റെ അടിത്തറയിലും ഭരണരീതിയിലും വലിയ വിശ്വാസമുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ചുരുക്കത്തിൽ വൻകിട നിക്ഷേപകർ ബാങ്കിനെ ഇപ്പോഴും ഒരു സുരക്ഷിത താവളമായി കാണുന്നുണ്ടെങ്കിലും സാധാരണ നിക്ഷേപകർ ലാഭത്തിലെ ഈ മന്ദതയും ഉയർന്ന വിലയും കൂടി കണക്കിലെടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഓഹരിയുടെ ടെക്നിക്കൽസ് നമുക്ക് മനസ്സിലാക്കാം. ശിവദേവ് വ്യക്തമാക്കുന്നു. നമസ്കാരം. ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നമുക്കറിയാം ഒരു കറക്ഷനിലേക്ക് വന്നിരുന്നു. വിപണിയിൽ ഇടിവൊക്കെ ഉണ്ടായ സമയത്ത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇവിടെ ഫെബ്രുവരി 27 മുതൽ തുടർച്ചയായിട്ട് ഒരു ചാനലിൽ കൂടെ സ്റ്റോക്ക് താഴേക്ക് പോയതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ആ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തത് ഈ ഒരു മാസത്തിന് ശേഷമാണ്. ഏകദേശം ഒരു മാർച്ച് 25-ാം തീയതി ഒരു മാസമായ സമയത്താണ് ആ ഒരു ചാനൽ ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു ചാനൽ താഴേക്ക് തന്നെ ഇറങ്ങിയെങ്കിലും സെയിം ചാനലിൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് സ്റ്റോക്ക് പിന്നീട് മുകളിലേക്ക് പോയത് നമുക്ക് കാണാം. ഇവിടെ ഏപ്രിൽ 7-ന് ശേഷം ഏപ്രിൽ 8-ാം തീയതി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. അതിന് സ്റ്റോക്ക് താഴേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം. ഈ ഒരു സ്റ്റോക്കിൽ നിലവിൽ 292 രൂപ 50 പൈസ 293 രൂപ റേഞ്ചിലാണ് സപ്പോർട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഒരു 302 രൂപ റേഞ്ചിലാണ്. ഒരു ഓൾ ടൈം ഹൈ നിലവാരത്തിലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. താഴെ നിലകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 282 രൂപ 283 രൂപ ഒരു റേഞ്ചിൽ നമുക്ക് സപ്പോർട്ട് വിസിബിളാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് മാറ്റാം. അതിനുശേഷം ഫിബ് ലെവൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പൊതുവെ എല്ലാ സ്റ്റോക്കുകളിലും ഫിബ് ലെവൽ വളരെ മനോഹരമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാറുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഫിബാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ക്യാൻഡിലുകളൊക്കെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 0.382 ആ ഒരു യെല്ലോ ലൈന് നമുക്കിവിടെ കാണാം. കൃത്യമായിട്ട് അവിടെ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഫിബിൻ്റെ അപ്പർ ബാൻഡിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്കിൽ റിജക്ഷൻ ഉണ്ടായത് എന്നും ഇവിടെ വിസിബിളാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ EMA ലെവൽസും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. EMA 9 ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ബ്ലൂ ലൈനാണ് EMA 9. നമുക്കറിയാം ഇവിടെ കൃത്യമായിട്ട് EMA 9-നെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടുള്ളത്. പിന്നീട് ഒരു ഇടിവുണ്ടായ സമയത്ത് EMA 9 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ആ ഒരു ചാനൽ നമ്മൾ നേരത്തെ കണ്ട ചാനലൊക്കെ ബ്രേക്ക് ചെയ്ത സമയത്ത് EMA 9-ന് മുകളിലേക്കാണ് സ്റ്റോക്ക് കയറിയത്. ലാസ്റ്റ്
നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഫ്രൈഡേ കൃത്യമായിട്ട് EMA 9 ആണ് സ്റ്റോക്കിൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ വിസിബിളാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ട്രേഡിങ്ങിലും നമുക്ക് EMA 9 വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം തുടർച്ചയായ ആഴ്ചകളിൽ മുകളിലേക്ക് പോയൊരു സ്റ്റോക്കാണിത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട ആ ഒരു കറക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിന് ശേഷം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു. ആ കൺസോൾഡേറ്റ് ചെയ്ത സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ലോവർ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഡിമാൻഡിൻ്റെ സൂചനയാണ്. പിന്നീട് ഈ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ക്യാൻഡിൽ അതിന് മുമ്പുള്ള ക്യാൻഡിലുകളൊക്കെ ഒന്ന് എൻഗൾഫ് ചെയ്തു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലായിരുന്നു അത്. ലാസ്റ്റ് വീക്ക് ഓൾമോസ്റ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. നാൽക്കോ, ഫെഡറൽ ബാങ്ക് എന്നീ ഓഹരികളുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റ് 2 ഓഹരികളുടെ വിശേഷവുമായി വീണ്ടും കാണാം.